ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സിനിമ. ഞാൻ എല്ലായിടത്തും പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. കാരണം സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഉള്ളവർ എൻ്റെ ഒരു ആശങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വളരെ കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കഥാപാത്രങ്ങൾ, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ സിനിമ തുടങ്ങി അവസാനം വരെ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി ലെവൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ഇങ്ങനെ കൊണ്ടുപോയി കാരണം അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നോ വളരെ കുറച്ച് കഥാപാത്രങ്ങളാണെന്നുള്ളൊരു ചിന്തയെ എൻ്റെ മനസ്സിൽ വന്നില്ല. എൻ്റെ മനസ്സിലൊരു ഞാനൊരു സിനിമ കാണുന്നു, അതിലൊരു ഒരു ഒരു ത്രില്ലർ മോഡെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് പഴയ മനകളെക്കുറിച്ചും ഇതിനകത്ത് അങ്ങനെയല്ല കാണിക്കുന്നത്, താന്ത്രിക വിദ്യ ഇങ്ങനെയൊക്കെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. പൊതുവെ എല്ലാവരും ഇന്ത്യക്കാർക്കും അറിയാം, നമ്മളിപ്പോൾ അത് കേരളത്തിന് മാത്രമല്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കണക്റ്റായി നമ്മൾ പിന്നെ ആ ഒരു സിനിമയുടെ കൂടെ ത്രൂ ഔട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ എല്ലാവരും മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. മമ്മൂക്ക എൻ്റെ ഞാൻ ഇടയ്ക്ക് സിനിമയിൽ ഇടയ്ക്ക് വന്നിട്ട് ഞാനിങ്ങനെ സീറ്റിൽ നിന്ന് ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം പൊതുവേ ഞാൻ കുറച്ചുകൂടി ഒരു ഇമോഷണലി പെട്ടെന്ന് കണക്ട് ആവുന്നൊരു വ്യക്തിയാണ് സിനിമകൾ കാണുമ്പോൾ. 2-3 മൊമെൻറ്റ്സിലൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ അറിയാതെ എനിക്കിങ്ങനെ വായിൽ കൈവച്ച് എന്താ ഈ മനുഷ്യൻ കാണിക്കുന്നത്. കാരണം എനിക്ക് കണ്ണിന്നൊക്കെ വെള്ളം വന്നു. കാരണം എന്ത് വികാരമാണ് എനിക്കൂടെ കടന്നു വന്നു പോലും. എനിക്ക് ഓവർ ദ ടോപ്പ് ഒരു മൊമെൻറ്റ്സ് ഇത് സിനിമയ്ക്കകത്തുണ്ട്. പക്ഷെ എന്തോ ഭയങ്കര മാസാണ്, അങ്ങനത്തെ രീതിയിലൊന്നുമല്ല. അത് സിമ്പിളായിട്ടുള്ള ഒരു തുടക്കത്തിലൊരു ചിരിയാവാം, മുഖത്തൂടെ മാറി വരുന്നൊരു എക്സ്പ്രഷൻ ആവാം, അങ്ങനെ ഭാവപ്പകർച്ച മാറി വരുന്നത്. നമ്മൾ ട്രാൻസ്ഫോർമേഷൻ സീൻ എന്നൊക്കെ ഒന്നും പറയില്ല. ഒരു സംഭവം ഇങ്ങനെ ഇടയ്ക്ക് കയറി ഇറങ്ങി ഇങ്ങനെ പോകുമ്പോഴല്ല നമ്മളിങ്ങനെ ഒരു വല്ലാത്തൊരു ഒരു മായിക ലോകം എന്നുള്ളൊരു വേറെ കൺസെപ്റ്റിലേക്ക് നമ്മൾ അങ്ങനെ കണ്ണ് പറയുന്നുണ്ടല്ലോ. ഇത് സ്ഥിരം സംഭവിക്കുന്നത് എനിക്ക് വാലിബൻ സിനിമ, ഞാൻ നെഗറ്റീവായിട്ട് പറയില്ല, വാലിബൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് ഒരാൾ ചോദിച്ചാണ്. കാരണം അന്ന് പറഞ്ഞപ്പോൾ കാരണം അന്ന് എനിക്കൊരു സങ്കടം കൊണ്ടാണ് എൻ്റെ കണ്ണ് നിറഞ്ഞെങ്കിൽ ഇന്ന് എനിക്ക് എന്ത് വികാരം എന്ന് പറയാൻ പറ്റില്ല, ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് എൻ്റെ കണ്ണിങ്ങനെ നിറയുന്നത് സത്യം. പിന്നെ ഞാൻ ബാക്ക് ടു ബാക്ക് മലയാള സിനിമകൾ ഇങ്ങനെ കിടിലം. അത് പ്രേമലു, അന്വേഷിപ്പിൻ കണ്ടെത്തും, പിന്നെ ഇത് ഭ്രമയുഗം, എല്ലാം നമുക്ക് അഭിമാനത്തോടെ മറ്റ് ഇൻഡസ്ട്രികളോട് പറയാൻ പറ്റുന്നൊരു സിനിമകളാണ് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാ സിനിമകളിലും മികച്ച സൗണ്ട് ക്വാളിറ്റി. കാരണം എനിക്ക് എപ്പോഴും സൗണ്ടിനെ പറ്റിയിട്ട് എപ്പോഴും കംപ്ലയിൻറ്റ് പറയുന്നത് മലയാള സിനിമയിൽ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഈ സിനിമയിൽ പ്രത്യേകിച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ് ഈ ഒരു സിനിമയ്ക്ക്. കാരണം ഇതിൽ കൊടുക്കുന്ന സൗണ്ടിന് BGM-നുള്ളൊരു പ്രാധാന്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ്. ഓരോ സീനും ചിലർക്ക് നമ്മളിങ്ങനെ അതിനകത്ത് കണക്റ്റഡായി ആ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ പല മൊമെൻറ്റ്സിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് നമ്മളെ കൊണ്ടുപോയി ഒരു ഇങ്ങനെ എടുത്തിടുന്നത് എന്നൊക്കെ പറയുന്നില്ല, ആ ഒരു ഫീൽ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ടത് വർക്കൗട്ടായി എന്നെ സംബന്ധിച്ച്.